താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. ഇന്ന് മാതാവിൻ്റെ പെരുന്നാളാണ്. സുറിയാനി സഭ മാതാവിൻ്റെ പെരുന്നാൾ പല ദിവസങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. സുറിയാനി ദൈവശാസ്ത്രത്തിൽ മാതാവിനുള്ള സ്ഥാനം വളരെ വിശേഷപ്പെട്ടതാണ്. മറ്റ് സഭകളുടെ ദൈവശാസ്ത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സുറിയാനി ദൈവശാസ്ത്രത്തിൽ മാതാവിനുള്ള സ്ഥാനം, മാതാവിനെ കാണുന്നത്. അത് വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. നമ്മളിൽ പല ആളുകൾക്കും അതേക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ല. കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ മാതാവിനെ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായി പലരും ചിന്തിക്കാറുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ മാതാവിന് സ്ഥാനം കൊടുക്കുന്നത് കത്തോലിക്ക സഭയാണ് എന്ന്. കാരണം കൂടുതൽ പള്ളികളും അല്ലെങ്കിൽ കൊന്ത നമസ്കാരം പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണത്. പക്ഷെ ലിറ്റർജിയിൽ, തിയോളജിയിൽ മാതാവിന് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള സുറിയാനി ദൈവശാസ്ത്രത്തിലും സുറിയാനി ലിറ്റർജിയിലുമാണ്. സുറിയാനി ലിറ്റർജിയിൽ മാതാവ് ആഘോഷിക്കപ്പെടുന്നത് പോലെ ലോകത്തൊരു സഭയുടെയും, ഈവൻ കത്തോലിക്ക തിരുസഭയുടെ ഒരു റീത്തിലും അങ്ങനെ ആഘോഷിക്കപ്പെടുന്നില്ല. കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന നിങ്ങൾ നോക്കുക, പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, തിരിച്ച് വേർപിരിച്ചെടുക്കാനാകാത്ത വിധം സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിലും ലിറ്റർജിയിലും മാതാവ് ഇടകലർന്നാണ് നിൽക്കുക. അത് ആ സഭയുടെ ദൈവശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. ഭേദം കൂടാതെ അവൻ മനുഷ്യനായി തീർന്നു, വിഭജിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യത്വത്തോട് സംയോജിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ പ്രഘോഷണം മാതാവിന്റെ പുകഴ്ചയിലൂടെ സുറിയാനി ദൈവശാസ്ത്രവും ലിറ്റർജിയും പ്രഘോഷിക്കുകയാണ്. മനുഷ്യ വർഗത്തിന്റെ മഹത്വീകരണം നമ്മളവിടെ കാണുകയാണ്. പരിശുദ്ധ മറിയത്തിന്റെ പെരുന്നാളുകൾ പ്രധാനമായി 3 പെരുന്നാളുകൾ ഉണ്ട്. അതില് ഒന്ന് ജനുവരിയിൽ വിത്തുകളെ പ്രതിയും, മെയ് മാസത്തിൽ കതിരുകളെ പ്രതിയും, ഓഗസ്റ്റ് മാസത്തിൽ മുന്തിരിയെ പ്രതിയും പെരുന്നാളുകൾ ആഘോഷിക്കുന്നു. മാതാവിന്റെ 3 പെരുന്നാളുകൾ ആഘോഷിക്കണം എന്ന കൽപ്പന എഫേസോസിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഫേസോസിലേക്ക് മാതാവിന്റെ 3 പെരുന്നാളുകൾ ആഘോഷിക്കുന്നതിന്റെ കൽപ്പന കൊണ്ടുവന്നപ്പോൾ എഫേസോസിലെല്ലാം മഞ്ഞു പെയ്തു എന്നാണ് പാരമ്പര്യം. അതുകൊണ്ട് അന്ന് മുതൽ പരിശുദ്ധ സഭ മാതാവിന്റെ ഓർമ്മ മഞ്ഞു പൊഴിയുന്നത് പോലെ അനുഗ്രഹത്തെ കൊണ്ടുവരും എന്ന് വിശ്വസിച്ചു പോന്നു. ജനുവരിയിലും മെയ്യിലും ഓഗസ്റ്റിലും, ജനുവരിയിലെ വിത്തുകളെ പ്രതിയും, മെയ്യിൽ കതിരുകളെ പ്രതിയും, ഓഗസ്റ്റിൽ മുന്തിരിയെ പ്രതിയും ഉള്ള ഈ പെരുന്നാളുകൾ 3 അതാത് മാസത്തിന്റെ 15-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. ജനുവരി 15, മെയ് 15, ഓഗസ്റ്റ് 15. പിന്നീട് മാതാവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 15 മുന്തിരിയുടെ പെരുന്നാൾ സ്വർഗാരോഹണ പെരുന്നാളായി മാറി. പിന്നെ അത് ശുനോയോ നോയമ്പ്, മാതാവിന്റെ നോയമ്പായിട്ട് സഭ ആഘോഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ 15 ദിവസത്തെ നോയമ്പ്, അങ്ങനെയാണ് 15 നോയമ്പ് ഉണ്ടാകുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള 15 നോയമ്പും അതേ തുടർന്ന് മാതാവിന്റെ സ്വർഗാരോഹണവും ഒക്കെ അനുസ്മരിക്കാൻ തുടങ്ങി. ആക്ച്വലി ഇറ്റ് വാസ് ഒറിജിനലി ഫീസ്റ്റ് ഓഫ് ഗ്രേപ്സ്, മുന്തിരിയുടെ പെരുന്നാളായിരുന്നു.
നമ്മുടെ വിളവുകളെ പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കുന്നു, നമ്മുടെ അധ്വാനത്തെ സഹായിക്കുന്നു എന്നാണ് സഭ വിശ്വസിക്കുന്നത്. പിന്നീടാണ് ഉപദേശ ഭേദങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന ഉപദേശങ്ങൾ, നാശകരമായ മതഭേദങ്ങൾ ഉണ്ടായത്. ഒറിജിനൽ ചർച്ച്, ദ ട്രൂ ചർച്ച്, ദ ട്രൂ അപ്പോസ്തോലിക് ചർച്ച്. ഇപ്പോൾ ഫേസ്ബുക്കിൽ വ്യാപകമായിട്ട് പെന്തക്കോസ്ത അനുയായികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഏതാണ് അപ്പോസ്തോലിക സഭ? ആരുടേതാണ് അപ്പോസ്തോലിക സഭ? പുകമറ സൃഷ്ടിക്കുകയാണ്. കാരണം അങ്ങനെയൊന്നില്ല എന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. തങ്ങൾക്കില്ലാത്ത മുഖം മറ്റാർക്കും വേണ്ട എന്ന് നിർബന്ധം പോലെ അവരിങ്ങനെ പരിഹാസത്തോടെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോസ്തോലിക സഭ ഏതാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയുള്ള സഭ ഏതാണോ അതാണ് അപ്പോസ്തോലിക സഭ. അതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. ഒറ്റ ടെസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ നോക്കിയാൽ മതി കൊറോണ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞതുപോലെ ആദ്യം നോക്കുക ആ സഭയിൽ പരിശുദ്ധ അമ്മ ഉണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ അത് അപ്പോസ്തോലികമാണ്, ഇല്ലെങ്കിൽ അത് അപ്പോസ്തോലികമല്ല. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 3 പെരുന്നാൾ. ഇതുകൂടാതെ സെപ്റ്റംബർ മാസം 8-ാം തീയതി മാതാവിൻ്റെ ജനന പെരുന്നാൾ സഭ ആഘോഷിക്കുന്നുണ്ട്. മാതാവിൻ്റെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ ഇതൊന്നുമല്ല, മാർച്ച് 25-ന് ആഘോഷിക്കുന്ന വചനിപ്പ് പെരുന്നാളാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് ദൂതറിയിച്ചതിൻ്റെ അനുസ്മരണം. ഡിസംബർ 25-ന് ക്രിസ്തുമസ് ആയതുകൊണ്ട് മാർച്ച് 25 കൃത്യം 9 മാസം മുമ്പുള്ള ആ ദിവസമാണ് വചനിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമുക്ക് സഭയിൽ എത്ര പെരുന്നാളുകളാണ്! ജനുവരി 15-ന്, മാർച്ച് 25-ന്, മെയ് 15-ന്, ഓഗസ്റ്റ് 15-ന്, സെപ്റ്റംബർ 8-ന് ഇത്രയും പെരുന്നാളുകൾ മാതാവിൻ്റെ നാമത്തിൽ ആഘോഷിക്കുന്നു. അതുകൂടാതെ ക്രിസ്തുമസ് കഴിയുമ്പോൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് തന്നെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് മേരി ഉണ്ട്, മാതാവിൻ്റെ മഹത്വീകരണ പെരുന്നാളുണ്ട്. അതുകൂടാതെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ഒരു ദിവസം മാതാവിൻ്റെ ഒരു ഫീസ്റ്റ് ഉണ്ട്. അതുകൂടാതെ ജൂൺ മാസം 15-ാം തീയതി മാതാവിൻ്റെ നാമത്തിലുള്ള ആദ്യത്തെ പള്ളി വെച്ചതിൻ്റെ ഓർമ്മയായിട്ട് ഒരു പെരുന്നാളുണ്ട്. അതുകൂടാതെ കൂദേശിത്തോ സഭയുടെ കലണ്ടർ ആരംഭിക്കുമ്പോൾ സഭയുടെ കലണ്ടർ ആരംഭിച്ചതിന് ശേഷം ക്രിസ്തുമസ് വരെയുള്ള ഞായറാഴ്ചകളിൽ മാതാവിനെ അനുസ്മരിക്കുന്നു. ഓരോ ഞായറാഴ്ച ദ സൺഡേ ഓഫ് അനൻസിയേഷൻ ഉണ്ട്. അപ്പോൾ യോസഫിന് സ്വപ്നമുണ്ടായതിൻ്റെ ഞായറാഴ്ചയുണ്ട്. എലിസബത്തിനെ മേരി സന്ദർശിച്ചതിൻ്റെ ഞായറാഴ്ചയുണ്ട്. അപ്പോൾ ചില ഞായറാഴ്ചകൾ തന്നെ മറിയത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് കൂദേശിത്വം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ഒരു വചനിപ്പ് പെരുന്നാളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ 2 വചനിപ്പ് പെരുന്നാളാണ്. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് ദൂത് അറിയിച്ചത് 2 പ്രാവശ്യമാണ് അനുസ്മരിക്കുന്നത്. ഇത്രമാത്രം മാതാവിനെ അനുസ്മരിക്കുന്ന, ഇത്രമാത്രം മാതാവിന് പ്രാധാന്യം കൊടുക്കുന്ന വേറൊരു സഭയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ലിറ്റർജിയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രാരംഭമായിട്ട് ഇപ്പോൾ ആമുഖമായിട്ട് കേട്ടുകൊണ്ടിരുന്ന പാട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ലൈവിൽ പ്ലേ ചെയ്തിരുന്നു. മാതാവിൻ്റെ മാവൂർബോ. അത് ഒരുപാട് ആളുകൾ അതുകൊണ്ട് അതിൻ്റെ എന്തോ അതിന് പറയുന്നത്, അതിൻ്റെ അർത്ഥം ചോദിച്ച് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന് എന്താണ് ആ പാടുന്നതിൻ്റെ അർത്ഥം. കാരണം സുറിയാനി ആയതുകൊണ്ട് അവർക്ക് അർത്ഥം അറിയണം. അതുകൊണ്ട് അതിൻ്റെ മലയാളം പാട്ടൊന്ന് പ്ലേ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. ആ പാട്ടിന് മലയാളത്തിൽ എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കാൻ. കാരണം സുറിയാനി സഭയിൽ അല്ലാത്ത ആളുകൾ പലപ്പോഴും ആ പാട്ട് കേട്ടതിന്റെ അർത്ഥം ചോദിക്കുന്നുണ്ട്. സോ ഇപ്പൊ അതിന്റെ മലയാളം പാട്ട് കേൾക്കാം. வாழ்வியலும் மாதஸ்மரணே
മഹിതമതായി വാഴ്ത്തി പാടിൻ. താണാഗതനായി ജ്വാലയതിൽ ബാലന്മാരം എബ്രായ മധ്യേ നിന്നതിനാ ദഹന ജ്വാലകളെ മോദം ഹിമഗണമാക്കിയൊരുടയോനേ, സൃഷ്ടികളെ കീർത്തിച്ചിടുവിൻ പാവനമാ തിരുനാമത്തെ എന്നേക്കും മഹിതമതായി വാഴ്ത്തി പാടിൻ. പുണ്യനിധി തോമാശ്ലീഹ പോരാട്ടത്തെ നേരിട്ടങ്ങാർജിച്ചാൻ പ്രഭയെ പ്രാപിച്ച വിജയ കിരീടം ദൈവിക ശക്ത്യാ കൃപയാലേ, സൃഷ്ടികളെ കീർത്തിച്ചിടുവിൻ പാവനം തിരുനാമത്തെ എന്നേക്കും മഹിതമതായി വാഴ്ത്തി പാടിൻ. മുന്നറിയിച്ചാൻ സർവേശൻ മധ്യസ്ഥൻ പുനർജീവനവും പുനരുത്ഥാനമതും ആത്മാവിൻ വെളിപ്പാടുകളെ നിധിയാസ്കിയേലിന്നാൻ, സൃഷ്ടികളെ കീർത്തിച്ചിടുവിൻ പാവനം തിരുനാമത്തെ എന്നേക്കും മഹിതമതായി വാഴ്ത്തി പാടിൻ. בדוכרון ומברכתו וציון כולהם בריוסו סומרון שובחו להמשיכו גד נחמנו רמרם ועורב בדוכרו לשעבה בוגי כולהם בריוסו ויתר רמרים נהודי לשמי קדישו לעולמי. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം, ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്ന്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. സഭാപിതാക്കന്മാർ വളരെ അധികം പ്രാർത്ഥനകളും ഗീതങ്ങളും മറിയത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അവളോടുള്ള അപേക്ഷയായിട്ടും പ്രാർത്ഥനയായിട്ടും അവളുടെ പുകഴ്ചയായിട്ടും. മറിയാമിന്റെ പുകഴ്ച വാഴ്വിനാണ്, അനുഗ്രഹത്തിലാണ്. മറിയാമിന്റെ സ്മരണം തന്നെ വലിയ അനുഗ്രഹമാണെന്ന് ആദിമസഭ മുതൽ വിശ്വസിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ യോഹന്നാൻ ശ്ലീഹ ആ വാർത്തയുമായി എഫെസോസിൽ ചെന്നപ്പോൾ ആ വാർത്തയുടെ ശ്രവണ മാത്രയിൽ അവിടെ മഞ്ഞു പെയ്തു എന്നാണ് സഭയുടെ പാരമ്പര്യം പറയുന്നത്. നമ്മൾ ഈ സഭയുടെ സാധാരണ നമസ്കാരമുണ്ട്, അതായത് ഈ ശീമോ നമസ്കാരം. നിങ്ങൾ ഈ ശീമോ നമസ്കാരത്തിൽ നോക്കിയാൽ ഈ ശീമോ നമസ്കാരം ഉടനീളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറിയത്തിന്റെ പ്രാർത്ഥനകളും സ്തുതിപ്പുകളും നിങ്ങൾക്ക് കാണാം. ഒരു ഉദാഹരണത്തിന് നമ്മൾ വെള്ളിയാഴ്ച പ്രഭാത പ്രാർത്ഥന നമ്മൾ നോക്കിയാൽ അതിനകത്ത് കന്യകാസുതന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, അവരുടെ ഓർമ്മ അനുഗ്രഹത്തിനായി തീരട്ടെ,
അവൾ പ്രസവിച്ചുവെങ്കിലും കന്യാവ്രത മുദ്രയുള്ളവളായി സംരക്ഷിക്കപ്പെട്ടു. ലോകത്തിന്റെ രക്ഷകനായ ആദിജാതനെ ഞങ്ങൾക്കായി പ്രസവിക്കുകയും മുലകുടിപ്പിക്കുകയും ചെയ്തു. അവൻ സത്യമായും ലോകത്തിന്റെ രക്ഷകനാകുന്നു. അടുത്ത പ്രാർത്ഥന, സകലത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്ന അദൃശ്യനായവൻ ജനനത്തിനായി വന്നു. കന്യകാ മാതാവിൽ നിന്ന് അവൻ ശരീരം ധരിച്ചു. ശക്തിയുള്ള രഥചക്രങ്ങളെ ഉപേക്ഷിച്ച് മറിയാമിന്റെ കരങ്ങളിൽ അത്ഭുതകരമായി അവൻ ആഘോഷിക്കപ്പെട്ടു. അവളിൽ നിന്ന് പിറന്ന് ഞങ്ങളെ ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയാമിന്റെ ഓർമ്മ നമുക്ക് വാഴ്വിനായി തീരട്ടെ. അവളുടെ പ്രാർത്ഥന നമ്മുടെ ആത്മാക്കൾക്ക് കോട്ടയായി തീരട്ടെ. ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും നാഥൻ അവളിൽ നിന്ന് ഉത്ഭവിച്ചു, ലോകരക്ഷയ്ക്കായി വന്നു. താൻ സത്യമായിട്ടും ലോകരക്ഷകനാകുന്നു. നമ്മളിങ്ങനെ ഒരു ധാരാളം പ്രേയേഴ്സ് ഉണ്ട്. ഈ പ്രേയേഴ്സ് മുഴുവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ വാഴ്ത്തപ്പെട്ട മറിയം സ്മരിക്കപ്പെടട്ടെ. സ്വർഗരാജ്യത്തിലേക്കുള്ള അവളുടെ ആഘോഷമായ പ്രവേശനവും അനുസ്മരിക്കപ്പെടട്ടെ. കർത്താവിന്റെ മാതാവെ, സമാധാനത്തോടെ വരിക, ലോകത്തിന്റെ മേൽ കരുണയുണ്ടാകുവാനായി നിന്റെ ഏകജാതനോട് അപേക്ഷിക്കുക എന്ന് അവളോട് അഭ്യർത്ഥിക്കുന്ന പരിശുദ്ധന്മാരും ഓർക്കപ്പെടുന്നു. അത്യുന്നതന്റെ ശക്തി തന്നിൽ ആവസിക്കുകയും ലോകരക്ഷകനെ പ്രസവിക്കുകയും ചെയ്ത വിശുദ്ധ കന്യകയെ, നിന്റെ ഓർമ്മ ദിവസം ലോകത്തോട് കരുണ ചെയ്യുവാനായി നിന്റെ ഏകജാതനോട് കേണപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും സൃഷ്ടിയിൽ സമാധാനം വാഴുമാറാകട്ടെ. സ്ലീബായുടെ മുകളിൽ യൂതന്മാർ ഒരു മുന്തിരിച്ചക്കുണ്ടാക്കി. അനുഗ്രഹീത മുന്തിരിക്കുലയെ അവർ അതിന്മേൽ ഞെക്കിപ്പിഴിഞ്ഞു, എങ്കിലും രുചിച്ചില്ല. വിശുദ്ധ സഭയോ അതിനെ കൈക്കൊണ്ട് ദിനം പ്രതി അതിൽ ആനന്ദിക്കുന്നു. അതിന്റെ സന്താനങ്ങൾ അതിൽ നിന്ന് കുടിക്കുകയും എന്നേക്കും അതിൽ ആമോദിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ശീമോയുടെ പ്രാർത്ഥനകളാണ്. നിങ്ങൾ ഈ ശീമോ നമസ്കാരം ഫോളോ ചെയ്യുന്ന നല്ലതാണ്. ഇപ്പം നമ്മുടെ ഹൈമനുത്വ പേജ് വളരെയധികം ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രാർത്ഥനകളുടെ പ്രത്യേകത ദൈവശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഭൂമിയിലേക്ക് വന്നു, അതൊരു മായക്കാഴ്ചയല്ലായിരുന്നു, ഇൻകാർണേഷൻ ആയിരുന്നു. കർത്താവ് ജഡം ധരിച്ചു, മറിയത്തിൽ നിന്ന് ജഡം ധരിച്ചു. അതുകൊണ്ടാണ് ആവർത്തിച്ച് അവരുടെ ഓർമ്മ വാഴ്വിനായി തീരുന്നു, അനുഗ്രഹമായി തീരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ള ആ തിയോളജിയാണ് അവിടെ ഊന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ആവർത്തിച്ച് മറിയത്തെ അനുസ്മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ he was so real, he became man, he dwelt among us, he tabernacled among humans. അവൻ മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ചു. ദൈവം മനുഷ്യരോട് കൂടെ, അവൻ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ഇമാനുവേൽ എന്ന പേർ വിളിക്കപ്പെട്ടു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിയം എന്ന ഈ പേര് തന്നെ, പേരിനെ പറ്റി ഇപ്പം പ്രകാശം, നിങ്ങളിപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്രകാശം എന്നായിരിക്കും മറിയത്തിന്റെ അർത്ഥം ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് സുറിയാനി പദമാണ്. 2 സുറിയാനി വാക്കുകൾ ചേർന്നാണ് ഈ മറിയം എന്ന പേര് ഉണ്ടായിരിക്കുന്നത്. മോർ ആൻഡ് യാം, മോർ യാം. ഒറിജിനലി ഇത് മോറിയാം എന്നാണ്. മോറിയാം, മോർ എന്ന് പറഞ്ഞാൽ സമുദ്രം, സമുദ്രം എന്നാണ്. സമുദ്രം, കയ്പ് എന്നുള്ള 2 വാക്കുകളാണ്. കയ്പിന്റെ സമുദ്രം എന്നാണ് ഇതിന്റെ ഒറിജിനൽ അർത്ഥം വരുന്നത്. ചില ആളുകള് സമുദ്രത്തിലെ നക്ഷത്രം, സമുദ്ര നക്ഷത്രം എന്ന അർത്ഥം പറയുന്നുണ്ട്, ദ സ്റ്റാർ ഓഫ് സീ. പിന്നീട് അതിന് പ്രകാശം എന്നൊരർത്ഥത്തിൽ, ഇറ്റ്സ് ലൈറ്റ്. ഞാൻ നോക്കിയിട്ട് ആദ്യത്തെ അർത്ഥമാണ് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം മോറിയാം എന്ന് പറഞ്ഞാൽ അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നുപോയി. പ്രവാചകൻ പറയണം, നിന്റെ ഹൃദയത്തിലൂടെയും ഒരു വാള് കടന്നു പോകും. ഒരു കയ്പിന്റെ സമുദ്രം ആയി തീർന്നു. മനുഷ്യവർഗത്തിന്റെ ഇരുളിലേക്ക് ദൈവത്തിന്റെ പുത്രൻ പ്രകാശമായി ഇറങ്ങി വന്നപ്പോൾ മനുഷ്യവർഗത്തിന് മധുരം നൽകുവാൻ മനുഷ്യന്റെ കയ്പ്, മാറായിലെ കയ്പിനെ മധുരമാക്കി മാറ്റിയതുപോലെ മറിയത്തിന്റെ ജീവിതം കയ്പുള്ളതായി തീർന്നു. ജീവിതത്തിൽ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നുപോയി. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ഈ പ്രേയേഴ്സ്, അത് ജസ്റ്റ് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുറുക്ക് വഴിക്ക് വേണ്ടി നമ്മൾ ചിത്രീകരിക്കപ്പെടുന്ന അങ്ങനെയാണ്. മറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് അപേക്ഷിക്കും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി. പക്ഷെ സുറിയാനി സഭയിൽ മറിയം അനുസ്മരിക്കപ്പെടുന്നത് ദൈവശാസ്ത്രപരമായിട്ടാണ്. അത് കേവലം ഒരു ഉദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നുള്ള വിധത്തിൽ ഉള്ള ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ദൈവശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ്. തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സുറിയാനി സഭയുടെ ഈ വിശ്വാസത്തെ ഇത്രമാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. കാരണം ഇതിനോടൊപ്പം നിൽക്കുവാൻ ഇതിന്റെ 7 അയൽപക്കത്ത് നിൽക്കുവാൻ ഒരു ദൈവശാസ്ത്രം വേറെയില്ല. കാരണം മറ്റ് ക്രിസ്ത്യൻ ഡോക്ട്രിൻസോ തിയോളജീസോ ഒന്നും ഇതിനോട് കിടപിടിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇത്രമാത്രം കൃത്യമായിട്ട് ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തെ വ്യക്തമാക്കുന്ന ദൈവശാസ്ത്രം, ആ ദൈവശാസ്ത്രത്തെ ഒട്ടും കലർപ്പില്ലാതെ പ്രതിഫലിപ്പിക്കുന്ന ലിറ്റർജിയും വേറൊരു സഭയ്ക്കും ഇല്ല. ദാറ്റ് ഇസ് യുണീക്നെസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പരിശോധിച്ച് നോക്കാവുന്ന. നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നതിൽ പല സഭക്കാരുണ്ട്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തിയോളജി എന്താണ് ഇവിടെ പറയുക. നിങ്ങൾക്ക് ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്യാം. ഇപ്പോഴല്ല, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയോ അടുത്ത ദിവസമോ ഒക്കെ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ പെൻഡകോസ്റ്റുകാർക്കോ ബ്രദറുകാർക്കോ ആർക്ക് വേണമെങ്കിലും വരാം. യു ക്യാൻ ബ്രിങ് യുവർ തിയോളജി, ലെറ്റ് us ഡിസ്കസ് ഇറ്റ്. ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ക്രിസ്തുവിനെ നിങ്ങൾ ആരായി കാണുന്നു? ആരാണ് ക്രിസ്തു? ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ബ്രദറൻകാർക്ക് സ്വാഗതം. കാരണം ഞാൻ ഇത്ര നാൾ ബ്രദറൻകാരെ ക്ഷണിച്ചില്ല. ഇൻവിറ്റേഷൻ ഈസ് എക്സ്റ്റെൻഡഡ് ടു ദം ഓൾസോ. നിങ്ങൾക്ക് വരാം. കാരണം നിങ്ങളും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ബൈബിൾ നിങ്ങൾക്ക് അറിയാമെന്നോ തിരുവെഴുത്തനുസരിച്ചാണ് നിങ്ങൾ നടക്കുന്നതെന്നോ ഏതാണ്ടൊക്കെ അവകാശമുണ്ടല്ലോ. യു ക്യാൻ ബ്രിങ് യുവർ തിയോളജി, ലെറ്റ് us എക്സാമിൻ ഇറ്റ്. നമുക്ക് പരിശോധിച്ച് നോക്കാം. കാരണം നിങ്ങളുടെ തിയോളജി ആണോ ശരിയെന്ന് നമുക്കറിയണമല്ലോ. കാരണം ആളുകൾ വഞ്ചിക്കപ്പെടും, പുകമറ സൃഷ്ടിക്കുകയാണ്. കാരണം കോർ ഇഷ്യൂ ആരും ഡീൽ ചെയ്യുന്നില്ല. വെറുതെ പുകമറ സൃഷ്ടിച്ച് അതും ഇതും എല്ലാം പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഞങ്ങളും ദൈവത്തിന്റെ ആളുകളാണെന്നും ഞങ്ങളേത് ശരിയായ നോ. ഒരൊറ്റ സത്യവിശ്വാസമേ ഉള്ളൂ, അത് സുറിയാനി സഭയുടെ വിശ്വാസമാണ്. അത് മാത്രമാണ് സത്യവിശ്വാസം. ഒരിക്കലും 2 സത്യവിശ്വാസം ഉണ്ടാകത്തില്ല, ഒരൊറ്റ സത്യവിശ്വാസമേ ഉള്ളൂ. ഇതാണ് സത്യവിശ്വാസം. യു ക്യാൻ കം, എനിവൻ ക്യാൻ ജോയിൻ. പെൻഡകോസ്റ്റുകാർക്ക് സ്വാഗതം, ബ്രദറുകാർക്ക് സ്വാഗതം, ആർക്ക് വേണമെങ്കിലും വരാം. യു ക്യാൻ ബ്രിങ് യുവർ തിയോളജി. പരിശുദ്ധ മറിയത്തെ പറ്റി പറയുമ്പം അന്നായുടെയും യുയാക്കീമിന്റെയും മകളായിട്ടാണ് അവൾ ജനിച്ചത്. ഹന്നായും യുയാക്കീമും വളരെ വൃദ്ധരായിട്ടും അവർക്ക് മക്കളില്ലായിരുന്നു. വളരെ അപമാനവും നിന്ദയും അവർ സഹിച്ചു. അവരുടെ സ്വത്തുക്കളൊക്കെ അവർ ദൈവാലയത്തിന് ദാനം ചെയ്തു. പ്രാർത്ഥനയിൽ അവർ ഉറ്റിരുന്നു. അവരുടെ വാർദ്ധക്യത്തിൽ അവരുടെ നിലവിളി കേട്ട് അവർക്കുണ്ടായ കുഞ്ഞാണ് മറിയം. ഹാന യുയാക്കീം ദമ്പതികൾക്ക്. ഹാനായുടെ പിതാവ് ഒരു ലേവ്യ പുരോഹിതനായിരുന്നു. അതായത് മറിയത്തിന്റെ വംശത്തിൽ ഒരു ലേവ്യ രക്തം കലർന്നു വന്നിട്ടുണ്ട്. മറിയം യഹൂദ ഗോത്രക്കാരിയായിരുന്നെങ്കിലും അവരുടെ ജീനിയോളജിയിൽ ലേവ്യ വംശത്തിന്റെ അംശവും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കർത്താവ് യഹൂദയിൽ നിന്ന് ഉദിച്ചു എങ്കിലും മറിയത്തിൽ നിന്ന് ഉദിച്ച കർത്താവിൽ ആ ലേവ്യ പാരമ്പര്യവും ഉണ്ടായിരുന്നു. കാരണം അവൻ ഒരേ സമയം പുരോഹിതനും രാജാവും പ്രവാചകനുമായിരുന്നു. അവന്റെ കയ്യിൽ തന്നെയാണ് യോഹന്നാൻ അഹരോന്യ പൗരോഹിത്യം മടക്കിയേൽപ്പിച്ചതും. താൻ തന്നെ പുരോഹിതനും താൻ തന്നെ ബലിവസ്തുവുമായിട്ടാണ് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാര ബലികൾ സകലതും അവനിൽ പൂർത്തീകരിക്കപ്പെട്ടത്. അതാണ് മറിയത്തിന്റെ ജീനിയോളജിയുടെ പ്രത്യേകത. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വംശാവലി കാണുമ്പോൾ അവിടെ മറിയത്തിന്റെ വംശാവലിയാണ് കാണുന്നത്. അതേ കാര്യത്തിൽ വളരെ തർക്കം പല ആളുകളും ഉന്നയിക്കാറുണ്ട്, ഇത് ആരുടെ വംശാവലിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ വളർത്തുപിതാവായ യോസഫിന്റെയും, എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറിയത്തിന്റെയും വംശാവലിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ആ 2 ഇത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു മാറ കയ്പായിരുന്നു. ആ മാറ കയ്പായിരുന്നു പോലെ മറിയം മോർ യാം കയ്പിന്റെ സമുദ്രമായി. ആ മറിയം മനുഷ്യവർഗത്തിന്റെ സഹനത്തിന്റെ പ്രതീകമായി മാറി.
പിന്നീട് മറിയത്തെ ദൈവാലയത്തിലേക്ക് സമർപ്പിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ഒരു സഭാപാരമ്പര്യ ശീമോ നമസ്കാരത്തിൽ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത്, യുയാക്കീമും ഹാനായും മരിച്ചുവെന്നും മറിയം അനാഥ പെൺകുട്ടിയായി മാറിയെന്നും അങ്ങനെ ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് അങ്ങനെ മറിയം അങ്ങനെ ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. ഏതായാലും ദൈവാലയത്തിലായിരുന്നു മറിയം വസിച്ചിരുന്നത്. ദൈവാലയം വിട്ടുപിരിയാതെയും മശിഹ തന്നിൽ നിന്ന് ഉദിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ധാരാളം പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. മശിഹ തന്നിൽ നിന്ന് ഉദിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പെൺകുട്ടികളിൽ ഒരുവളും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന പെൺകുട്ടികളുടെ ദാസിയുമായിരുന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. കാരണം കണ്ടാലും അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നു. ആ ദൈവാലയത്തിലുള്ള വളരെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും പ്രഭു കുടുംബങ്ങളിൽ നിന്നുമുള്ള പെൺകുട്ടികൾ പോലും പ്രാർത്ഥനയോടെ മശിഹായുടെ ആഗമനത്തിനു വേണ്ടി കാത്തിരുന്നു. ആ സമയത്ത് അവരുടെ ഇടയിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു അനാഥ പെൺകുട്ടിയുടെ സ്ഥാനം എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഇന്നാണെങ്കിലും നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് ചെല്ലുന്നവർക്കും ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് ചെല്ലുന്നവർക്കും രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റാണ് കിട്ടുന്നത്. ദരിദ്ര കുടുംബങ്ങളിൽ ഉള്ള വിശേഷിച്ച് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു അനാഥ പെൺകുട്ടിയാണ് ചെല്ലുന്നെങ്കിൽ അതിനേക്കാൾ വളരെ ദയനീയമായ പരിഗണനയായിരിക്കും അവിടെ ലഭിക്കുന്നത്. അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലായിരുന്നു ആ കാലഘട്ടത്തിലും. 2000 വർഷം മുമ്പ് യെരുശലേം ദൈവാലയത്തിൽ ധാരാളം കന്യകമാർ മശിഹ തങ്ങളിൽ നിന്ന് ഉദിക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെയും വിശുദ്ധിയോടെയും കാത്തിരുന്നു. അവരുടെ ഇടയിലെ അനാഥ പെൺകുട്ടിയായിരുന്ന മറിയം അവരുടെ എല്ലാം ദാസിയായിട്ട് അവരെ എല്ലാം ശുശ്രൂഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അങ്ങനെ അവരുടെ എല്ലാം ദാസിയായിട്ട് അവരെ എല്ലാം ശുശ്രൂഷിച്ച് ആ ഒരു താഴ്ചയിൽ കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് മറിയം ഗാനം ആലപിക്കുമ്പോൾ അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് പാടുന്നുണ്ട്. കണ്ടാലും അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ആ ദൈവത്തിൻ്റെ കാരുണ്യത്തെ പറ്റി ചിന്തിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മശിഹായുടെ ജനനത്തെ കാത്തിരുന്ന രാജകുമാരികളെ കാണാതെ അവൻ ആ താഴ്ചയുള്ള തൻ്റെ ദാസിയുടെ താഴായ്മയെ കടാക്ഷിച്ചു. തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചു. തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതാണ് മേരിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. മേരിയാണ് ആദ്യം ദൈവത്തെ ജഡരൂപത്തിൽ കാണുന്നത്. ദൈവ മനുഷ്യനായി കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുപ്പിറവി. ദൈവം ഹ്യൂമൻ സ്കിന്നിലേക്ക് വന്നു. ആദാമിന്റെ ഇരുൾ നിറഞ്ഞ ലോകത്തിലേക്ക്, ആദാമിന്റെ സ്കിന്നിനകത്തേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ലോകത്തെ ആദാമിന്റെ കണ്ണുകളിലൂടെ നോക്കുവാൻ. വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും വ്യഥകളും പ്രലോഭനങ്ങളും പാപവീഴ്ചകളും എല്ലാം നോക്കുകയാണ്. എല്ലാ തകർച്ചകളും എല്ലാ മുറിവുകളും ദൈവം നേരിട്ട് അനുഭവിക്കുവാൻ ദൈവം മനുഷ്യനായി. അത് ആദ്യം കണ്ടത് പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ മറിയം യേശു കുഞ്ഞ് ജനിച്ച് അവിടെ കിടത്തുമ്പോൾ സഭയുടെ ഒരു പാരമ്പര്യത്തിൽ പറയുന്നത് ഈ സ്വർഗീയ ദൂതന്മാർ അവനെ ആരാധിക്കുവാൻ വട്ടം കൂടിയിരുന്നു. അതേക്കുറിച്ച് എബ്രായലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവം തന്റെ ഏകജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, എബ്രായലേഖനം 1-ാം അധ്യായത്തിൽ പറയുക, ദൈവം തന്റെ ഏകജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. ഈ വാക്യം പെന്തക്കോസ്തുകാരുടെ ബൈബിളിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എബ്രായലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം, ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അപ്പം ദൈവത്തിന്റെ ആദിജാതൻ ഈ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിന്റെ ആദിജാതൻ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിലേക്ക് പ്രവേശിക്കുക. ഇസ് എൻട്രൻസ് ഇൻ ടു ദ ഹ്യൂമാനിറ്റി. മനുഷ്യത്വത്തിലേക്ക്, മാനവികതയിലേക്ക് ദൈവപുത്രന്റെ പ്രവേശനമാണ്. അത് എതുവഴിയാണ് പ്രവേശിക്കുന്നത്? അത് മറിയത്തിലൂടെയാണ്.
സോ ദൈവത്വം മനുഷ്യവർഗത്തിലേക്ക് പ്രവേശിച്ച കവാടമാണ് മറിയം. ദൈവത്വം മനുഷ്യത്വത്തിലേക്ക് പ്രവേശിച്ച വാതിലാകും. ഇത് തിയോളജിക്കലി ആയിട്ട് പറയുമ്പം ഷീസ് ദ ഗേറ്റ്. അവളാണ് ആ വാതിൽ. അപ്പൊ ഇത് പറയുമ്പോഴേക്കും എന്തൊക്കെ സാർ ഞാൻ വാതിലാകുന്നെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ദൈവത്വം മനുഷ്യത്വത്തിലേക്ക് പ്രവേശിച്ച വാതിൽ മറിയമാണ്. മറിയത്തിലൂടെയാണ് ആ ദൈവത്വം മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ദൈവത്വം മനുഷ്യത്വത്തിൽ പ്രവേശിച്ചു. ഇപ്പൊ ദൈവം ആദാമിന്റെ സ്കിന്നിലാണ്. ആ കാഴ്ച ആദ്യം കാണുന്നത് മറിയമാണ്. ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്നാണ് കൽപ്പന. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്ര ദൂതന്മാരുണ്ടോ ആ മുഴുവൻ ദൂതന്മാരും എപ്പോൾ നമസ്കരിക്കണം? ആദിജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ അറ്റ് ഹിസ് വെരി ഓൺ ഹിസ് ബർത്ത്, അറ്റ് ദ വെരി മോമെന്റ് ഓഫ് ഹിസ് ബർത്ത്, മുഴുവൻ ദൂതന്മാരും എന്ന് അവിടെ വർഷിപ്പ് ചെയ്യുകയാണ്. എത്ര ഭാഗ്യ പദവിയാണ്. അതാണ് സഭ മറിയത്തെ വാഴ്ത്തുന്നത്. ഈ ഞാൻ പെന്തക്കോസ്തിലായിരുന്ന സമയത്ത് അവിടെ പ്രവാചകിമാർക്കൊക്കെ വലിയ പുകഴ്ചയാണ്. ഇന്ന ആൾക്കൊരു ചൊറിയുണ്ട്, ആ ചൊറി മാറുന്നു എന്നൊക്കെ എന്ന് പറയുന്ന ആളെ ഭയങ്കര പുകഴ്ചയാണ്. എന്നിട്ട് അതിനുശേഷം വരുന്ന കർത്താവിന്റെ അമ്മയെ ചീത്ത വിളിക്കുകയും ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല ദൂതന്മാരും ബെയ്ത്ലഹേമിൽ ഇറങ്ങി വന്ന് വർഷിപ്പ് ചെയ്യാണ്. അപ്പൊ അതേക്കുറിച്ച് മാർ യാക്കൂബ് എഴുതിയിരിക്കുന്ന ഇതാണ്, ഈ ദൂതന്മാർ ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ട് ആ ചിറകുകളുള്ള സ്രാപ്പന്മാരും ക്രൂബന്മാരും പറന്ന് നിന്ന് യേശു കുഞ്ഞിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ യേശുവിന്റെ ചുറ്റും ദൂതന്മാർ, അവർക്ക് ഇഷ്ടമുള്ള വലിപ്പം പ്രാപിക്കാൻ പറ്റും ദൂതന്മാർക്ക്. അപ്പൊ അവര് ചെറിയ വലിപ്പത്തിൽ വന്നിട്ട് ഈ മിനിയേച്ചറായിട്ട് ഈ കർത്താവിന്റെ ചുറ്റും ഇങ്ങനെ പറന്ന് നിന്ന് വർഷിപ്പ് ചെയ്യുകയാണ്. മറിയത്തിന് ഈ യേശു കുഞ്ഞിന്റെ അടുത്ത് ചെല്ലുവാൻ കഴിയുന്നില്ല. അപ്പം മറിയം പറയാണ്, കർത്താവ് നീ ഇവരോടൊന്ന് കൽപ്പിക്കണമേ അവർ പക്ഷം ഉയർത്തുവാൻ, ആ ചെറുകൾ ഉയർത്തി അവർ മാറുവാൻ. കാരണം എനിക്ക് അടുത്തു വന്ന് സ്തന്യം നൽകേണ്ടതിനായി, മുലപ്പാൽ നൽകേണ്ടതിനായി ഒരു ഇടവേള നൽകുവാൻ. എന്ന് പറഞ്ഞാൽ ദൂതന്മാർ തുടർച്ചയായി വന്ന് വർഷിപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇടവേള നൽകണം, കാരണം എനിക്ക് വന്ന് മുലപ്പാൽ നൽകേണ്ടതിന്. അങ്ങനെ മറിയം അപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു പാട്ടുണ്ട് മാർ യാക്കോബിന്റെ. മറിയാം നിൻ ശക്തിയ നിന്നെ വഹിച്ചേ, ജനനേ ഗുഹയിൽ നിൻ മഹിമാവന്നേ നീ കാട്ടി. കാളുന്ന ചെറുപുൽക്കോടിനു ചുറ്റിലുമെരുതി പാറുന്നു ബരിതലേ ചിറകാറുള്ളോ ശ്രോപ്പേന്മാർ. കർത്താവേ പക്ഷമുയർത്തിടുവാൻ അവരോടു നീ കൽപ്പിച്ചിടണമേ. വന്നു വണങ്ങി തിരുഹിതമാം സ്തന്യം ഞാൻ നൽകാൻ. ഹായൽ തോൻവതു എന്തുകയമറസുമറിയും ഖബയിലെ തുകുവമർത്തോ ഹാവീസ് ലീശുബഹോ ശൽഹേ ബീസോ കിക്കോലേലുറയോ സോറോ വസറോ ഹേദസ്തോ ഗേഫിൻദോയിസീലയൽ മേനെ സുകൂദുൽ ഹൂദ് തോലേൻ ഗേഫൈഖൂൻ ദേവുൽ മോർ ബവറുഗ് ബസ്കുദുലോക് ദേഖേലുഗ് ഹൽപോദഗിയുദ് ശോഫാൽ സബിയോനോക് ബാർഖുമോ. മന്നാജപ്പൊടു നിയമത്തിൻ വെട്ടിയുടെ വിഷു ധ്വാകാരേ തളിരേകിയൊരകറോന്തോടും ഗൃഹകമ്പിളി മഞ്ഞോടെ നിഷാദൻ നവകുംഭത്തോടു തേജോമയനാമേശായാദൻ കേറും മുകിലോടും മൂശ നിബിമുഖ്യൻ വാഴ്വഴും അമ്മേ നൽ പ്രവചന നിയമാസ്ഥാനങ്ങളിൽ അൻപോടുപമിച്ചു.
Bunomuso vandiuso surlo tubso Musherisho dandile mom barakto Bhoiki buso duno muso kasto manu Ab sabte dagarunda barau gaubas kudus kudisin Babutalo vagasto basgadiun Babukukso hudaso delisha Kubano ni kalilo sodesha Yumusabaho ഇതാണ് മാർ യാക്കോബ് എഴുതിയത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ധന്യമായ ജീവിതം പരിശുദ്ധ മറിയത്തിന്റെ ജീവിതമാണ്. ആദാമി പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആ ബന്ധം റീഎസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് മറിയത്തിലൂടെയാണ്. റിഡംഷൻ പ്രക്രിയ ആരംഭിക്കുന്നത് മറിയത്തിന്റെ അനുവാദത്തിലൂടെയാണ്, സമ്മതത്തിലൂടെയാണ്. ദൈവത്തോട് പുറംതിരിഞ്ഞു നിന്ന മനുഷ്യവർഗത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് ഈ സാൽവേഷൻ എന്ന് പറയുന്നത്. കാരണം ദൈവത്തെങ്കിൽ നിന്ന് മുഖം തിരിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് ഉപമ പറയുമ്പോൾ ധൂർത്തനായ പുത്രൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പോയി. പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പോകുമ്പോൾ അവൻ പിതാവിന് പുറം തിരിഞ്ഞാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, പിതാവിന്റെ ഭവനത്തിൽ നിന്ന് സ്വത്തുക്കളെല്ലാം വാരിക്കൂട്ടി അവൻ നടന്നു പോകുന്നു. ആ പിതാവ് അവനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അവന്റെ പിൻഭാഗമാണ് പിതാവ് കാണുന്നത്. പിതാവ് ആ നോട്ടത്തിനും പിതാവിന്റെ പൊസിഷനും മാറ്റം വരുന്നില്ല, പിതാവിന്റെ ഡയറക്ഷന് മാറ്റം വരുന്നില്ല. പിതാവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം ദൈവം ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയനാകാത്തവനാണ്. ദൈവത്തിന് മാറ്റമില്ല. മാറ്റം മനുഷ്യനാണ് വേണ്ടത്. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുവാൻ മനുഷ്യനോട് പറയുന്നത്. ഇവിടെയാണ് പെന്റക്കോസ്റ്റൽ തിയോളജി പരാജയപ്പെടുന്നത്. പെന്റക്കോസ്റ്റൽ തിയോളജി ദൈവത്തെ മാനസാന്തരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ മാനസാന്തരപ്പെടുത്താൻ നോക്കുന്നത്, ദൈവത്തെ മാറ്റാൻ നോക്കുന്നത്. ദൈവമല്ല മാറുന്നത്, മനുഷ്യൻ ടേൺ ചെയ്യുകയാണ് ദൈവത്തിലേക്ക്. മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് ടേൺ ചെയ്യുകയാണ്. ഇപ്പൊ നോക്കുക, ആ ധൂർത്തനായ പുത്രൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവൻ വരുന്നത് പിതാവിന് അഭിമുഖമായിട്ടാണ്. ഫേസ് ടു ഫേസ് വിത്ത് ഗോഡ്. ദൈവത്തോട് മുഖാമുഖം വരിക എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. അപ്പൊ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ വിസമ്മതിച്ച മനുഷ്യൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ വിമുഖത കാട്ടിയ മനുഷ്യൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഭയപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോന്നു. അവന്റെ ഹൃദയം ഇരുണ്ടതായി പോയി, ഇരുളുള്ളതായി തീർന്നു എന്ന് പൗലുസ്ലീഹ പറയുന്ന റോമാലേഖനത്തിൽ. അങ്ങനെ ഇരുണ്ടുപോയ മനുഷ്യ ഹൃദയത്തിൽ വെളിച്ചത്തെ കൊണ്ടുവരുവാൻ മനുഷ്യവർഗത്തിലേക്ക് ദൈവം മനുഷ്യനായി ഇറങ്ങി വരികയാണ്. അതാണ് പരിശുദ്ധ മറിയത്തിൽ സംഭവിച്ചത്. ആ മറിയത്തിന്റെ മുമ്പിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് നിൽക്കുകയാണ്. നീ പ്രസവിച്ച് ഒരു മകനെ പ്രസവിക്കും. മറിയം പറയാണ്, അവിടുത്തെ ഹിതം എന്നിൽ ഭവിക്കട്ടെ. അവിടുത്തെ ഹിതം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ മറിയത്തിന്റെ വാക്കിലാണ് ഇത് മുഴുവൻ ആരംഭിക്കുന്നത്. ദാറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ദ ഗോസ്പൽ. ഇപ്പൊ സുവിശേഷത്തിന്റെ ആരംഭം എവിടെയാണ്? സുവിശേഷത്തിന്റെ ആരംഭം മറിയത്തിന്റെ സമ്മതത്തോടെയാണ്. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കണം, വാട്ട്സ് ദ ബിഗിനിങ് ഓഫ് ദ ഗോസ്പൽ? സുവിശേഷം തുടങ്ങുന്നത് എവിടെയാണ്? സുവിശേഷം തുടങ്ങുന്നത് എവിടെയാണ്? മറിയം സമ്മതിച്ച്, മറിയം പറയാണ്, നിന്റെ ഹിതം എനിക്ക് ഭവിക്കട്ടെ. അവിടെയാണ് സുവിശേഷം തുടങ്ങുന്നത്. സുവിശേഷം തുടങ്ങുന്നത് എവിടെയാണ്? കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഇവിടെയാ സുവിശേഷം തുടങ്ങും. അപ്പൊ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം അതാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും കൃപ നിറഞ്ഞ മറിയമേ കേൾക്കുമ്പോൾ, അല്ലെ നമ്മൾ ഉരുവിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് സുവിശേഷത്തിന്റെ ആരംഭമാണ്. അല്ലേ? ഇവരൊക്കെ വലിയ വലിയ കാര്യങ്ങളാ. കണ്ടാലും ആളറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ കിടന്ന് വലിയ വേളവാ. ഇതൊക്കെ ശരിയാണ്. സുവിശേഷം ആരംഭിക്കുന്നത് എവിടെയാണ്? സുവിശേഷം ആരംഭിക്കുന്നത് കൃപ നിറഞ്ഞ മറിയമേ, അവിടെയാണ് ആരംഭിക്കുന്നത്. അത് സുവിശേഷത്തിന്റെ തുടക്കം. നിങ്ങൾക്ക് പെന്തക്കോസ്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, സുവിശേഷത്തിന്റെ തുടക്കം എവിടെയാണ്?
സുവിശേഷം ഒരു തുടക്കം ഇവിടെയാണ്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഇതാണ് സുവിശേഷം. അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ മറിയം പറയാണ്, നിന്റെ ഹിതം എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ ഒരു പ്രവൃത്തി ആരംഭിക്കുകയാണ്. അതാണ് ഫിലിപ്പിലെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ആ പ്രവൃത്തി ആരംഭിക്കുന്ന എവിടെയാണ്? മറിയത്തിന്റെ സമ്മതത്തിലാണ് ആ പ്രവൃത്തി ആരംഭിക്കുന്നത്. നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ആരിലാണ്? ഈ ഹോൾ ഹ്യൂമാനിറ്റിയിൽ, മനുഷ്യവർഗത്തിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിക്കുകയാണ്. അത് തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് മേരി അവിടെയാണ്. അല്ലാതെ മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില കാര്യങ്ങൾക്കൊക്കെ സാധിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന പഴയ കാലത്തൊക്കെ കോഴിക്കുഞ്ഞിനെ നോക്കുക, ഇതൊക്കെ അവര് സാധാരണ നാട്ടുമ്പുറത്തുള്ള അമ്മച്ചിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, മുട്ടയട വെച്ച് വിരിക്കുമ്പോൾ എൻ്റെ മാതാവേ ഈ കോഴിക്കുഞ്ഞിനെ നോക്കിക്കോണേ. അപ്പൊ അങ്ങനെ ഒരു തിയോളജി രൂപപ്പെട്ടു. അത് പിന്നെ പുള്ളും പരുന്തും കൊണ്ടുപോകാതെ. അപ്പൊ ആ പെന്തക്കോസുകാരിറങ്ങി. പെന്തക്കോസുകാർ ഒരു കറുത്ത വേദോസമായിട്ട് യാതൊരു വിവരവും ഇല്ലാത്ത പെന്തക്കോസുകാർ ഈ ബൈബിളുമായിട്ട് വന്നു. അവരോർത്തു സുറിയാനി സഭയുടെ തിയോളജി എന്ന് പറഞ്ഞാൽ മാതാവ് കോഴിയെ പുള്ളു കൊണ്ടാകും നോക്കും. അപ്പൊ ഇതനുസരിച്ച് ഇപ്പൊ ഞാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ്. അപ്പൊ അവിടെ വെച്ച് പെന്തക്കോസുകാർ വന്നിട്ട് ചോദിക്കും, കോഴിയെ നോക്കുന്ന പരിപാടിയാണോ മാതാവിന്? അപ്പൊ ഞാനും ഓർത്തല്ലോ, ശരിയാണല്ലോ, ഞാൻ തന്നെയല്ല കേട്ടോ. ഒത്തിരി പേര് പെന്തക്കോസിൽ പോയത് അങ്ങനെയാണ്. അപ്പൊ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിൽ മാതാവ് പുള്ളിനെ നോക്കുന്ന അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നാട്ടുവിശ്വാസങ്ങളാണ്. അപ്പൊ ആ നാട്ടുവിശ്വാസങ്ങളെ മുഖവിലക്കെടുത്തിട്ട് ഇതാണ് നിങ്ങളുടെ ഉപദേശം എന്ന് ആദ്യം അവർ പറഞ്ഞിട്ട് അവരുടെ ഈ അബദ്ധങ്ങൾ മുഴുവൻ കൊണ്ടുവന്നു. ഇത് തുറന്ന ചർച്ചയുടെ സമയമാണ്. പെന്തക്കോസ്തുകാരെയും ബ്രദറുകാരെയും ക്ഷണിക്കുകയാണ്. അഭിമാനമുള്ള ഏതെങ്കിലും മലയാളി പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ, ഞാൻ പിന്നെയും ആ വാക്ക് എടുത്ത് ഉപയോഗിക്കുകയാണ്, അഭിമാനമുള്ള ഏതെങ്കിലും പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ, നിങ്ങളുടെ ദൈവശാസ്ത്രം ഏറെക്കുറെയെങ്കിലും ശരിയാണെന്നൊരു ബോധമുള്ള ഒരു ബ്രദറൻകാരനുണ്ടെങ്കിൽ, മലയാളികളുടെ ഇടയിൽ ഏതെങ്കിലും ബ്രദറൻകാരനുണ്ടെങ്കിൽ, മലയാളികളുടെ ഇടയിൽ ഏതെങ്കിലും ബ്രദറൻകാരനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവശാസ്ത്രം ചർച്ച ചെയ്യുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ദൈവശാസ്ത്രം അബദ്ധ ജഡിലമാണ്, അടിസ്ഥാനമില്ലാത്തതാണ്, പരസ്പര വിരുദ്ധമാണ്, യുക്തിരഹിതമാണ്, ഇല്ലോജിക്കലാണ്. അത് തെളിയിക്കാനാണ്. ദിസ് ഈസ് യുവർ ഇൻവിറ്റേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ക്ഷണപത്രിക തരികയാണ്. ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം. എന്നെയോ ഗ്ലോറിയസ് ഗോസ്പൽ അഡ്മിൻസിനെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള സമയം നിശ്ചയിക്കും. സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യും. സൂമിൽ വേണമെങ്കിൽ സൂമിൽ ചെയ്യാം. നിങ്ങൾക്ക് അതാണ് താല്പര്യം. കാരണം പെന്തക്കോസ്തുകാരുടെ ഒരു രക്ഷകര ഇപ്പൊ സൂം, ഞങ്ങൾ വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സൂം എങ്കിൽ സൂം, അല്ലെങ്കിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ എങ്കിൽ അത് നിങ്ങൾക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. നാളെ വിളിച്ചില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞടക്കരുത്. ദിസ് ഈസ് യുവർ ഇൻവിറ്റേഷൻ. ഞാൻ പറയുന്നു, കേരളത്തിൽ പ്രസംഗിക്കപ്പെടുന്ന പെന്തക്കോസ്തുകാരുടെ സുവിശേഷം ഹെരസിയാണ്. ബ്രദറൻകാർ പറയുന്നത് ഹെരസിയാണ്. ദാ പറയുന്നു, ബ്രദറൻകാരുടേത് ഹെരസിയാണ്, പെന്തക്കോസ്തുകാരുടേത് ഹെരസിയാണ്. ഈ സൂര്യന്റെ കീഴിൽ ഭൂമിയുടെ പരപ്പിൽ സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം മാത്രമാണ്. ഒന്നുകൂടെ അടിവരയിട്ട് പറയാം, സുറിയാനി സഭയിലും ചില ആളുകൾ ആ സത്യവിശ്വാസം അറിയാതെ എന്തോ പെന്തക്കോസ് ഉപദേശം പറഞ്ഞു നടക്കുന്നുണ്ട്. അതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. സുറിയാനി സഭയുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള പിതാക്കന്മാരുടെ കാര്യം പറയും. ഒരു 12-ാം നൂറ്റാണ്ട് വരെ പറഞ്ഞേക്കാം, അല്ലെ ബാറബ്രായുടെ കാലം വരെ ഉള്ള പിതാക്കന്മാരുടെ എഴുത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവശാസ്ത്രം. ഇപ്പൊ ആരെങ്കിലും സെന്റ് പോൾസ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പെന്തക്കോസ് ഇൻഫ്ലുവൻസിൽ ഈ വടക്കൻ ഭാഗങ്ങളിൽ പ്രസംഗിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ആയിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അവരുമായിട്ട് ചർച്ചയില്ല. ഇവിടെ ചർച്ച പെന്തക്കോസുകാരും ബ്രദറുകാരുമായിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശവുമായിട്ട് വരാം. കഴിഞ്ഞ ദിവസം വളരെ എളുപ്പത്തിൽ ഗോൾ അടിക്കാമെന്ന് ഓർത്ത് ചില ആളുകൾ ഇതൊക്കെ പറഞ്ഞു. എൻ്റെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്, ഈ പുള്ളി പൊളിഞ്ഞു പോയി. ഞാൻ പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ സുറിയാനി സഭാപിതാക്കന്മാരുടെ രചനകളുടെ അടിസ്ഥാനത്തിലുള്ള ദൈവശാസ്ത്രമാണ് പറഞ്ഞത്. ഇവിടെയുള്ള ഒരു സഭക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഇതാണ് സത്യവിശ്വാസം. സുറിയാനി സഭയുടേതാണ് സത്യവിശ്വാസം. അപ്പൊ നിങ്ങളുടെ സോറ്റീരിയോളജിയും ക്രിസ്റ്റോളജിയുമായിട്ട് വാ. ഈ ബ്രദറൻകാരെ വിളിക്കാണ്.
നിങ്ങളുടെ സോറ്റീരിയോളജിയും ക്രിസ്റ്റോളജിയും പൊടി തട്ടിയെടുത്ത് കൊണ്ടുപോവാ. ഇനി മലങ്കരയിൽ ആളുകളെ കളിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സോറ്റീരിയോളജിയും ക്രിസ്റ്റോളജിയും എടുത്തോ. പെന്തക്കോസ്തുകാരെയും ബ്രദറുകാരെയും ഒരുമിച്ച് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സോറ്റീരിയോളജി നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത്. നിങ്ങൾ ഹെരസിയാണ്. നിങ്ങൾ ഹെരസിയാന്നല്ല, തനി ഹെരസിയാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ദൈവശാസ്ത്രമാണ്. കേരളത്തിൽ പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാരുടെയും ബ്രദറൻകാരുടെയും ദൈവശാസ്ത്രം ഹെരസിയാണ്, 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 ഹെരസിയാണ്. ഇത് കേൾക്കുമ്പോൾ കുരു പൊട്ടുന്ന ചില സുറിയാനിക്കാരെന്ന് വ്യാജമായിട്ട് പറയുന്ന ചില ആളുകളുണ്ട്. വൺ മിസ്റ്റർ ചെറിയാൻ ജേക്കബ്, ഐ ഡോണ്ട് നോ ഹൂ ഹി ഈസ്. അദ്ദേഹം ഈ ലിനു കെ ജോണിന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ്, പെന്തക്കോസ്ത് സഹയാത്രികനാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്. അവര് വിചാരിക്കുന്നത് പള്ളിക്ക് 10 രൂപ കൊടുക്കുകയോ കുറച്ച് അച്ഛന്മാരുമായിട്ടും മെത്രാന്മാരുമായിട്ടും പരിചയമുണ്ട്, ഗ്രൂപ്പ് ഫോട്ടോയിൽ തല കാണിച്ചത് കൊണ്ട് സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം അറിയാവുന്ന. നോ, നിങ്ങൾ എവിടെയെങ്കിലും ഗ്രൂപ്പ് ഫോട്ടോയിൽ, ഷിബു പീഡിയക്കൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലും കാണത്തില്ല. തിരുമേനിമാരുടെ കൂടെ നിൽക്കുന്ന പടം കാണത്തില്ല, അച്ഛന്മാരുടെ കൂടെ നിൽക്കുന്ന പടം കാണത്തില്ല. എന്റെ പ്രൊഫൈലിൽ അതൊന്നുമില്ല. പക്ഷേ ഞാൻ സുറിയാനി സഭയുടെ വിശ്വാസമാണ് പറയുന്നത്. അതാണ് സത്യവിശ്വാസം. ഇതൊരു കൺഫെഷനാണ്. എന്റെ കൺഫെഷൻ, എന്റെ സത്യാന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ സത്യത്തെ ഞാൻ ഇവിടെ പ്രഘോഷിക്കുന്നു, ഇവിടെ പ്രസ്താവിക്കുന്നു. ഇത് കേട്ട് ഒരുത്തർക്കും വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. വിഷമം ഇവിടെ പെന്തക്കോസ്തുകാർക്കല്ല, സുറിയാനി സഭയിലെ അംഗങ്ങളാന്ന് പറയുന്നത് ചില ആൾക്ക് ഭയങ്കര വിഷമമാണ്. അത് പല ആളുകൾക്ക്, ചില സ്ഥാനത്തിരിക്കുന്നവർക്കും വിഷമം വന്നിട്ടുണ്ട്. അവരുടെ വിഷമം അസ്ഥാനത്താന്ന് ഞാൻ ഓർപ്പിക്കുക. വിഷമിച്ചിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് പരിശോധിക്കാമല്ലോ നിങ്ങളുടെ ആർഗ്യുമെന്റ്സ്. അല്ലാതെ ആളില്ലാത്ത ഗോളിൽ പോയി പോസ്റ്റ് അടിച്ച് കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പെന്തക്കോസ്തുകാരെ പറഞ്ഞപ്പോൾ അങ്ങ് നൊന്തു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമം വരുന്നത്? പാകിസ്ഥാൻ തോക്കുമ്പം മലപ്പുറത്ത് പലരുടെ മുഖം മ്ലാനമാവും. ഈ ഫുട്ബോൾ അല്ല, എന്തോ വേറൊരു കളിയുണ്ടല്ലോ, കുറ്റിയും കോളും കളി, ക്രിക്കറ്റ് കളിക്കുമ്പം പാകിസ്ഥാൻ തോക്കുമ്പം മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ചില ആളുകൾ കടയടയ്ക്കുന്നവർ വരെയുണ്ട് സങ്കടം കാരണം. എന്ന് പറഞ്ഞ പോലെ പെന്തക്കോസ്തുകാരുടെ കാര്യം പറയുമ്പോൾ ചില അച്ഛന്മാർക്ക് അങ്ങ് വിഷമാണ്, അങ്ങ് കരയുക. യഹൂദന്മാരുടെ ഇടയിലെ അവരുടെ പാപപരിഹാര പെരുന്നാളുണ്ട്, യോങ്കിപ്പൂർ. ഇപ്പൊ യോങ്കിപ്പൂറിന്റെ തലേ ദിവസം അവർ നടത്തുന്ന കപ്പരോട്ട് എന്ന് പറഞ്ഞൊരു ആചാരമുണ്ട്. കപ്പരോട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിൽ പോയിട്ട് കപ്പരോട്ട് ജൂവിഷ് റിച്വൽ എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യണം. അവർ കപ്പരോട്ട് നടത്തുന്നതാണ്. അവർ കോഴിയെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കോഴിയെ ഇങ്ങനെ വെട്ടുന്നതാണ്. അപ്പം യഹൂദ പാരമ്പര്യത്തിൽ നിന്ന ക്രിസ്ത്യാനികളാണ് മലങ്കരയിലെ. പുതുപ്പള്ളിയൊക്കെ ഒരു യഹൂദ കേന്ദ്രമായിരുന്നു. അപ്പൊ അതേക്കുറിച്ച് എഴുതിയ വ്യക്തമായിട്ട് ചരിത്ര തെളിവുകൾ അടക്കം എഴുതിയ 450 പേജുള്ള പുസ്തകമുണ്ട്, മലയാളത്തിൽ കിട്ടും. നിങ്ങൾക്ക് ആ പുസ്തകം വേണമെങ്കിൽ അച്ചുംകുഞ്ഞ് ഇലന്തൂർ എന്ന് പറഞ്ഞ പെന്തക്കോസ്തുകാരനുണ്ട്, IPCയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹം IPCക്കാരനാണെങ്കിലും ഈ അപ്സ്റ്റെയർ ഒന്നും വേക്കൻ്റ് അല്ല, തലയ്ക്ക് ആ താഴ്ത്താമസമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ അച്ചുംകുഞ്ഞ് ഇലന്തൂർ എന്ന് പറയും, തിരുവല്ലയിലാണ്. അദ്ദേഹം ആ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായി, പെന്തക്കോസ്തിനകത്തും ബോധമുള്ളവർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു ഈ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി വന്നത് എങ്ങനെയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളത്തിൽ നിന്ന് വിശുദ്ധ നാട് സന്ദർശിച്ചിട്ടുള്ളത്. ഏണ്ട 70 പ്രാവശ്യം മറ്റും ആളുകളുമായിട്ട് പോയിട്ടുണ്ട്. അവിടെയെല്ലാം വലിയ ചരിത്ര തെളിവുകളും എല്ലാം വെച്ചാണ് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ബുക്കിൽ ഈ തെളിവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് ആ ബുക്ക് കിട്ടും. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അമേരിക്ക വന്നപ്പോൾ എന്നെ കണ്ട് എനിക്ക് നേരിട്ടൊരു ബുക്ക് ഒക്കെ തന്നായിരുന്നു. 2 ബുക്കുണ്ട് അവർക്ക്. അതിൽ വേറൊരു ബുക്ക് ഡാളസിൽ വെച്ച് എൻ്റെ തരാൻ വേണ്ടി നമ്മുടെ പാസ്റ്റർ KC ചാക്കോ ഏൽപ്പിച്ചു. അതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വളരെ നല്ല ബുക്കാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പം നിങ്ങൾ ആ ബുക്കുകൾ വായിക്കുക. അപ്പോൾ അതിനകത്ത് ഈ തെളിവെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പുതുപ്പള്ളി പള്ളിയിലൊക്കെ ഈ യഹൂദ പാരമ്പര്യം വന്ന അങ്ങനെയാണ് അവിടെ ഈ കോഴിവെട്ട് വന്നത്. ഈ കോഴിവെട്ടെന്ന് പറഞ്ഞാൽ അത് ഭദ്രകാളിയുടെ സേവയാണെന്നാണ് ഒരച്ഛൻ പറയുന്നത്. ഏതാ? യാക്കോബായിലൊരു അച്ഛനാണ്. പുള്ളിയെ പുതുപ്പള്ളി പള്ളി കയറ്റത്തിൽ അതിൻ്റെ വിഷമത്തിന് പുള്ളി പറയുന്നത്, അയ്യോ ആ കോഴിയെ വെട്ടുന്നത് പുതുപ്പള്ളി പള്ളിയുടെ അപ്പുറം ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ എവിടെയാണ് കോഴിയെ വെട്ടിക്കൊണ്ട്. വലിയ ആധികാരികമായിട്ടാ പറയുന്നത്. അയ്യോ അവിടെ ഭദ്രകാളിയുടെ ഇത് കൊതിക്കറുവെന്നുള്ളൂ. പുതുപ്പള്ളി പള്ളി ഇപ്പം
ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇപ്പുറം ഇരുന്നിച്ച് നിലവിളിക്കുക. അത് ഭദ്രകാളിയുടെയാണ്. ഭദ്രകാളിയുടെ അല്ല, അത് യഹൂദ പാരമ്പര്യം. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് നോക്ക്, കപ്പരോട്ട് ജൂവിഷ് റിച്വലിന് അടിക്കുക, കോഴിയെ കൊല്ലുന്നത് കാണാം. അപ്പൊ അതിന്റെ പാരമ്പര്യമൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അത് നല്ലതാണോ കോഴിയെ കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. പെന്തക്കോസ്തുകാർ കോഴിയെ കൊല്ലണം, നിങ്ങൾ പപ്പും കൂടെ അടക്കം ജീവനോടെ വിഴുങ്ങ്, കോഴിയെ കൊല്ലണ്ട. കോഴിയെ കൊല്ലാതെ തിന്നാൻ പറ്റുമോ? അപ്പൊ സമൂഹമായിട്ട് കൂടി ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ കോഴിയെ കൊല്ലുന്നു. അത് ഒരുമിച്ച് കൂടി ചെയ്യുമ്പോൾ നമ്മൾ ഓണസദ്യ ആണെങ്കിൽ പോലും ഈ പച്ചക്കറി അരിയുന്നു, വെള്ളരിക്ക അരിയുന്നു, അതൊക്കെ എല്ലാവരും ചേർന്ന് ഒരു സദ്യ ആകുമ്പോൾ വലിയൊരു ആഘോഷമാ. വെള്ളരിക്ക കൊണ്ടുവരുന്നു, നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടില്ലേ, സദ്യയുടെ സമയം ആകുമ്പോഴേക്കും അവരത് കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നത്. ഇത്ര വലിയ കാര്യമാണോ കണ്ട അച്ചിങ്ങാപ്പയർ മുറിക്കുന്നത്? അത് മനുഷ്യർ ഒരുമിച്ച് കൂടുന്നതിനാണ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സന്തോഷം. അപ്പൊ അവിടെ അച്ചിങ്ങ മുറിക്കുന്നതും മുണ്ടുടുക്കുന്നതും ഈ കല്യാണത്തിന്റെ അന്ന് ചെറുക്കനെ ഷർട്ട് ഇടിക്കുന്നുണ്ടല്ലേ. നമ്മളെല്ലാ 365 ദിവസവും തന്നെ ഷർട്ട് ഇടുന്നു. ഇവനൊരു ഷർട്ട് ഇടാൻ വേണ്ടിയിട്ടാണോ? പക്ഷെ കല്യാണത്തിന്റെ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 പേര് കൂടി ഷർട്ട് കൊണ്ടുവരുന്നു, അതിന് കോളർ വെക്കുന്നു, കൈ മടക്കുന്നു, ഇവിടെ മടക്കുന്നു, ടൈ കെട്ടിക്കൊടുക്കുന്നു, ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നു, അതൊക്കെ ഫോട്ടോ എടുക്കുന്നു. എന്തിനാ? സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ ഈ കോഴിയെ കൊല്ലുന്ന വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അതൊരു സെലിബ്രേഷൻ ഫെസ്റ്റിവൽ ആകുമ്പം അതൊരാഘോഷമാക്കി അങ്ങ് ചെയ്യുന്ന, അല്ലാതെ അവിടെ മന്ത്രവാദമോ കൂടോത്രോ വെച്ചുപൂജയോ അങ്ങനെയൊന്നും അല്ല. അതൊരു ബലിയൊന്നും അല്ല. അത് സാമൂഹികമായി സന്തോഷിക്കുന്നതേ ഉള്ളൂ. അതാണ്. അതുകൊണ്ട് യഹൂദന്മാർ നടത്തുന്ന കപ്പരോട്ടും ദാറ്റ് ഈസ് നോട്ട് എ സാക്രിഫൈസ്. അതൊരു ബലിയല്ല. യഹൂദന്മാരും ബലിയല്ല. കാരണം കോഴിയെ ബലി കൊടുക്കാൻ അവരുടെ തോറ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ബലിവസ്തു അല്ലാത്ത കോഴിയെ എടുത്ത് വെട്ടുന്നത്. കാരണം അത് ബലിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് അത് ബലിയല്ല എന്ന് ഉറപ്പിക്കാനാണ് അവര് ആടിനെ കൊല്ലുന്നതിന് വരാൻ കോഴിയെ കൊല്ലുന്നു. ആടിനെ കൊല്ലുന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിക്കും ഇത് ദൈവം കൽപ്പിച്ചെന്നോ. അത് ഈ ന്യായപ്രമാണവുമായിട്ടോ ബലിയുമായിട്ടോ ബന്ധമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ സെലിബ്രേഷൻ, ഒരു റിച്വലാണ്. ആ റിച്വലാണ് തലമുറകളായി പറഞ്ഞത് പുതുപ്പള്ളി പള്ളി വന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അങ്ങ് വിഷമായി. അച്ഛനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഒരു പയ്യൻ പുള്ളി ഇങ്ങനെ വന്നിച്ച് പറയുക. പുള്ളിക്ക് കൂട്ട് ഒരു ചെറിയാൻ ജയിക്കപ്പോ. ഈ ചെറിയാൻ എന്നുള്ള പേര് ആരോ അറിഞ്ഞിട്ടതാണ്. അപ്പൊ അത്രയും എന്ത് ചെയ്യാനാ, പുള്ളിക്ക് അതുപോലെ അങ്ങ് ഒരു ചൊറിച്ചിൽ പോലെ അങ്ങ് വരിക. അപ്പം നമുക്ക് അതിനകത്തൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ചെറിയാൻ ജേക്കബ്, നിങ്ങൾക്ക് ദൈവശാസ്ത്രം ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് ലൈവ് വീഡിയോ ഒക്കെ ചെയ്തു, നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരുന്ന എന്നോട് ചർച്ച ചെയ്യാം. എൻ്റെ കാര്യം വേറെ എന്തിനാ വേറൊരാളോട് ചർച്ച ചെയ്യുന്നത്? ഇവിടെ ഞാൻ എപ്പോഴും അവൈലബിൾ ആണല്ലോ. യേശുക്രിസ്തു പറഞ്ഞ പോലെ നീ എന്താണ് രാത്രി പന്തവും മടിയൊക്കെ ആയിട്ട്, പകൽ മുഴുവൻ ഞാൻ നിങ്ങളുടെ പള്ളിയിൽ ഉണ്ടായിരുന്നല്ലോ. യേശുക്രിസ്തു പറയാണ് പകൽ മുഴുവൻ ഞാൻ നിങ്ങളുടെ പള്ളിയിൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ 24 മണിക്കൂറും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ചെറിയാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്ക്, ദാ ഇവിടെ കൊണ്ട് ഈ വലത്തുവശത്തോട്ട് ഇരുത്തും, നമുക്ക് ചർച്ച ചെയ്യാം. പറ്റുമോ? പറ്റുകയാണെങ്കിൽ ഇടതുവശം ചേർന്ന് വീട്ടിൽ പോകും. ഇവിടെ എൻ്റെ പേരെടുത്ത് ഒരു ഡിസ്കഷനും വേറൊരിടത്തിരുന്ന് നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ റെഡിയാണ് ചർച്ച ചെയ്യാൻ. അത് പെന്തക്കോസുകാരായാലും ബ്രദറൻകാരായാലും. ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, 5ാം ക്ലാസ് തോറ്റവൻ തൊട്ട് 5 ഡോക്ടറേറ്റ് ഉള്ളവനോട് വരെ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇനി പോരെ. കാരണം എനിക്ക് അത്ര ബോധ്യമുണ്ട്. ഈ ദൈവശാസ്ത്രം സംബന്ധിച്ച് എനിക്ക് അത്ര ബോധ്യമുണ്ട്. സുറിയാനി സഭയുടെ പിതാക്കന്മാരെ ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നു. അവർ ദൈവത്തെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഈ ദൈവശാസ്ത്രം എഴുതി വച്ചിരിക്കുന്നത്. ഇത് കറ പുരളാത്ത വിശ്വാസമാണ്. ഇത് സത്യവിശ്വാസമാണ്. ഈ വിശ്വാസത്തിനോട് മുട്ടി നിൽക്കാൻ മറ്റ് വ്യാജങ്ങൾക്ക് സാധിക്കത്തില്ല. ഇത് ഒറിജിനൽ, മറ്റേതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. അതുകൊണ്ട് ക്രിസ്റ്റോളജി സോറ്റീരിയോളജി ആയിട്ട് ഇനി പോരെ, നമുക്ക് നോക്കാം എത്രത്തോളം നിങ്ങളുടെ സോറ്റീരിയോളജി നിലനിൽക്കുമെന്ന്. നിങ്ങളുടെ സോറ്റീരിയോളജി വ്യാജമാണ് പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കോസ്തുകാരും ബ്രദറുകാരും പറയുന്നത്. അപ്പൊ അതിൽ ആകൃഷ്ടരായിട്ട് ഈ സുറിയാനിക്കാരാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വ്യാജമായി അഭിമാനിക്കുന്നവർ, ഷെയിം ഓൺ യു. വളരെ വളരെ ദയനീയം എന്ന് പറയാനുള്ളൂ.
അല്ല ബിജു ഐസക് അങ്ങനെയൊന്നും അല്ല. ഇപ്പം പിന്നെ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി ഇങ്ങനെ ബ്രദറൻകാർ അത് പിന്നെ ഇദ്ദേഹമാണ് അതിന് ചരട് വലിക്കുന്നത്. ഒരു പെന്തക്കോസ്തു പാസ്റ്ററുണ്ട്, ലിനു കെ ജോൺ. എൻ്റെ കൂടെ നേരത്തെ ലൈവിലൊക്കെ വന്നിരുന്നോണ്ടിരുന്ന പുള്ളി യഹോവ സാക്ഷിക്കാരുടെ ഉപദേശമാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ ട്രിനിറ്റേറിയൻ വിശ്വാസം. പക്ഷെ അദ്ദേഹം എത്ര പിടിച്ച് ട്രിനിറ്റേറിയനായിട്ടില്ല, ഇപ്പോഴും അകത്തിരിക്കുന്ന യഹോവ സാക്ഷി ഉപദേശമാണ്. കുരുവിള കുളഞ്ഞിക്കൊമ്പൽ ശ്യാമുകൻ എന്ന് പറയുന്ന ആളാണ് ലിനു കെ ജോണിന്റെ ഗുരുവും വഴികാട്ടിയും ഉപദേഷ്ടാവും. അത് ഇങ്ങനെയുള്ള വിചിത്ര സൃഷ്ടികളാണ്, ഇങ്ങനെ വിചിത്രമായ ബന്ധങ്ങളാണ് ഇവരുടെ. നമുക്ക് ഒന്നും പിടികിട്ടത്തില്ല ഇതാരെന്താണ്. അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ടാണ് ഈ ചെറിയാനും അച്ഛനും ഒക്കെ ലോഹ്യം. ഇവരൊക്കെ ആരുടെ സഹകാരികളും സഹയാത്രികരുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അവരിപ്പം എന്നോട് പറയണം, ഞാൻ പറയുന്നത് ഐ ആം അഫിലിയേറ്റഡ് ടു നോവെയർ. ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ സത്യവിശ്വാസം പറയുന്നു. പെന്തക്കോസ്തിനകത്ത് നിന്ന് ആ ഉപദേശം തെറ്റാണെന്നും വ്യാജമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും അബദ്ധ ജഡിലമാണെന്നും മനസ്സിലായപ്പോൾ സത്യവിശ്വാസം ഏതാണെന്നുള്ള ഒരു അന്വേഷണം ഞാൻ തുടങ്ങി. ആ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയത് സത്യവിശ്വാസം സുറിയാനി സഭയുടെ വിശ്വാസമാണ്. ഇനി ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് ലോജിക്കലി, ഹിസ്റ്റോറിക്കലി, തിയോളജിക്കലി, ഡോക്ട്രിനലി, ഹെർമന്യൂട്ടിക്കലി, എക്ലീഷ്യോളജിക്കലി, എക്സ്കറ്റോളജിക്കലി ഒക്കെ നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും. അഭിപ്രായം ഇരുമ്പോലൊക്കെ ഒന്നുമല്ല, ഞാൻ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാം, പക്ഷെ കൺവിൻസ് ചെയ്യിക്കണം. അതുവരെ ഞാൻ പറയും ഇതാണ് സത്യവിശ്വാസം, ഇത് മാത്രമാണ് സത്യവിശ്വാസം, ഇത് മാത്രമേ സത്യമാവുകയുള്ളൂ. അപ്പൊ അതിനകത്ത് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ വന്ന് തെളിയിക്കുക, ഈ കണ്ട പ്രേക്ഷകരുടെ എല്ലാം കാങ്ക തെളിയിക്കുക, നിങ്ങൾ പറയുന്നതാണ് സത്യവിശ്വാസം. അപ്പൊ നിങ്ങൾ പറയുന്ന വിശ്വാസത്തെ ഞാൻ സ്വീകരിക്കും. അല്ലാതെ അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല, വൈകാരികമായിട്ട് പ്രതികരിച്ചിട്ടും കാര്യമില്ല. എൻ്റെ അമ്മാച്ചൻ പെന്തക്കോസ്തിലാ പാസ്റ്ററെ, അതുകൊണ്ട് അങ്ങനെ പറയരുത്. എന്നോട് ഇവിടെ പിന്നെ ഈ ചെറിയാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മേരിലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ വാഷിങ്ടൺ DC. ഇയാളൊരു ഓർത്തഡോക്സുകാരനാണ്. കേരളത്തിലെ ഓർത്തഡോക്സ് സഭയുടെ സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു ഷോർട്ട് കോഴ്സിന് വേണ്ടി അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകാൻ തോന്നിയില്ല. അതിനുവേണ്ടി അമേരിക്കയിൽ നിൽക്കാൻ വേണ്ടി ഒരു പെന്തക്കോസ്തുകാരിയെ കെട്ടി. അങ്ങനെ പെന്തക്കോസ്തുകാരിയെ കെട്ടി ഇവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് പിന്നെ അയാൾ പിന്നെ പെന്തക്കോസിൽ പോയി. പക്ഷെ പെന്തക്കോസ് ഒന്നും അകത്ത് കയറിയില്ല. ഇപ്പം പ്രായമൊക്കെ ആയി, മക്കളുമായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലൈവ് തുടങ്ങുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം. എന്നിട്ട് അയാൾ എന്നെ വിളിച്ചു പറയാം, ഈ ഓർത്തഡോക്സ് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ പെന്തക്കോസുകാരുടെ കുറ്റം പറയണ്ട. അത് ഇവനാണ് തീരുമാനിക്കുന്നത്, കുറ്റം പറയണോ വേണ്ടോ, എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പം അയാളുടെ ഭാര്യ പെന്തക്കോസ് നിൽക്കുക, അവള് വരുന്നില്ലെന്ന് ഞാൻ വേണം. പാസ്റ്ററെ, ഓർത്തഡോക്സിയൊക്കെ ശരിയാണ്, അയാളും ഈ ചെറിയാനും വലിയ കൂട്ടുകാരാണ്. അത് കഴിഞ്ഞ് ചെറിയാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ചെറിയാൻ എന്നെ വിളിച്ച്, നിങ്ങൾ പെന്തക്കോസ്തുകാരുടെ കുറ്റം പറയും, അത് നീയാണോ തീരുമാനിക്കുന്നത് ചെറിയാനെ, ഞാൻ എന്ത് പറയണമെന്ന്? ചെറിയാനാണോ എനിക്ക് മടിയിലിട്ട് പേരിട്ടത്? ചെറിയാൻ പറയുന്ന പറയാനല്ലല്ലോ ഞാനിരിക്കുന്നത്. എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പൊ ഇങ്ങനെ പെന്തക്കോസ്തുകാരെ സഹായിക്കാൻ വേണ്ടി കുറെ ആളുകളുണ്ട്. കാരണം ഇവരുടെ എല്ലാം അളിയൻ, ഭാര്യ, മക്കൾ പലരും പെന്തക്കോസ്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഞാൻ സത്യം പറയും. നിങ്ങളുടെ ആര് പെന്തക്കോസ്ത്, നിങ്ങളെ ആരോടും കടപ്പെട്ടിട്ടൊന്നുമല്ല ഞാനിവിടെ മിനിസ്ട്രി തുടങ്ങിയിരിക്കുന്നത്. ഇത് സത്യവിശ്വാസം പറയുക. കാരണം പെന്തക്കോസ്തിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടു. 25 വർഷം ഞാൻ ഇരുട്ടിലായിരുന്നു. സത്യവിശ്വാസം ഞാൻ കണ്ടെത്തിയപ്പോൾ മലങ്കരയിലെ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സത്യം പറയുകയാണ്, ഇതാണ് സത്യവിശ്വാസം. ദാറ്റ് ഈസ് മൈ മിഷൻ. അല്ലാതെ ഇതിനകത്ത് വേറെ യാതൊരു ഉദ്ദേശവുമില്ല, യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയുടെ ഈ പെരുന്നാൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകും, അവൾ തൻ പ്രാർത്ഥനകൾ ആത്മാവിന് കോട്ട. അപ്പോൾ ദൈവത്തെ പ്രസവിച്ച മാതാവിൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആയിട്ട് നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ. അവരുടെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
സത്യവിശ്വാസം, ഇത് പിതാക്കന്മാർ വാദിച്ച സത്യവിശ്വാസമാണ്. ആ സത്യവിശ്വാസം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ആരാണ് പിതാക്കന്മാരുടെ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നതെന്നും അവരോട് കൂറും വിധേയത്വവും കാണിക്കുന്നതെന്നും നിങ്ങൾ ഇതിനാൽ തിരിച്ചറിയുക. ഈ വ്യാജന്മാരെ തിരിച്ചറിയുക, ഈ കുപ്പായമിട്ട വ്യാജന്മാരെ തിരിച്ചറിയുക, ഈ അൽമായ പ്രമുഖൻ എന്നൊക്കെ അവകാശപ്പെട്ടു വരുന്ന വ്യാജനെ തിരിച്ചറിയുക. ഈ ചെറിയാൻ ജേക്കബ് എന്ന കള്ളനാണയത്തെ നിങ്ങൾ തിരിച്ചറിയുക. അദ്ദേഹം പെന്തക്കോസ്റ്റ് ചാരനാണ്. ഇതൊക്കെ എന്നെ ഫോൺ വിളിച്ച് നേരിട്ട് പെന്തക്കോസുകാർക്ക് മൂറോൻ ഒതുക്കത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു പെന്തക്കോസുകാർക്ക് മൂറോന്റെ വില അറിയത്തില്ല, അത് സാരി, ഇത് കുറെ എടുത്ത് അവർക്കെല്ലാം കൊണ്ട് കൊടുക്കണം. ഇങ്ങനത്തെ ഉള്ള വികലമായ ചിന്തകളൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. കണിയാമ്പറമ്പി കുര്യൻ കോർപ്പിസ്കോപ്പായ്ക്ക് മുഴുവൻ തെറ്റുപറ്റിയെന്നും കണിയാമ്പറമ്പി കുര്യൻ കോർപ്പിസ്കോപ്പ തർജ്ജമ ചെയ്ത ബൈബിൾ മുഴുവൻ തെറ്റാണെന്നും അത് പുള്ളിയായിട്ട് തിരുത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ കണിയാമ്പറമ്പി കുര്യൻ കോർപ്പിസ്കോപ്പായൊക്കെ തിരുത്താൻ നടക്കുന്ന ഒരാളാണ് ഈ ചെറിയ ജേക്കബ്. അത്രയും വലിയൊരാളോടൊന്നും മുട്ടി നിൽക്കാൻ തൽക്കാലം നമുക്ക് കഴിവില്ല. പക്ഷേ എൻ്റെ കാര്യം പറയണമെങ്കിൽ ഞാൻ പിന്നെയും പറയുന്നു, ഞാനിവിടെ എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്കിവിടെ ഒരു സ്ഥാനം തരും. റൈറ്റ് സൈഡിൽ ഈ സ്ക്രീനിന്റെ നേരെ പകുതി നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വന്നിരിക്കാം, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാമല്ലോ. ഞാനിങ്ങനെ ഒളിച്ചിരുന്നിട്ട് ചെറിയാൻ ജേക്കബിന്റെ വേറൊരു വീഡിയോ നിങ്ങൾ കാണും, ശബ്ദം മാത്രമേ ഉള്ളൂ. എന്നിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ശബ്ദം മാറ്റിയിട്ട് വേറൊരു പിച്ചിൽ വെച്ചു ഹൂ 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 ഹൂ. ഇതൊക്കെ ആർക്കാ മനസ്സിലാകാത്ത? അപ്പൊ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആർക്ക് സംസാരിക്കണേലും ഇവിടെ ഞാൻ അവൈലബിൾ ആണ്. നിങ്ങളൊരു മെസ്സേജ് അയക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് തിയോളജി ചർച്ച ചെയ്യണ തിയോളജി, ഹിസ്റ്ററി ചർച്ച ചെയ്യണ ഹിസ്റ്ററി, ഇനി ക്രിസ്റ്റോളജി വേണമെങ്കിൽ ക്രിസ്റ്റോളജി, സോറ്റീരിയോളജി വേണമെങ്കിൽ സോറ്റീരിയോളജി, നിങ്ങൾക്ക് ഇനി എസ്കറ്റോളജി ചർച്ച ചെയ്യണമെങ്കിൽ എസ്കറ്റോളജി, എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം. നിങ്ങൾ ഒന്ന് അറിയിച്ചാൽ വെറുതെ എന്തിനാ അവിടെ എവിടെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് സങ്കടപ്പെട്ട് വേറെ ഇരിക്കുന്ന ആളുകളെ വിളിച്ചു കൂട്ടി അതും ഇതും പറഞ്ഞ് അതാണിത്. ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ട് ഒരാവശ്യമില്ല. ഞാനൊരു വെറും പാവപ്പെട്ടവനാണ്, ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ്. ജസ്റ്റ് എന്നെ അറിയിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രയാസവും ഇല്ല. ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് ചർച്ച ചെയ്തേക്കാം. എന്താ വേണ്ടുന്നത്? ആരാ ഫോൺ വിളിക്കുന്നത്? ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. Budukaro demam barak to odion kulage berioso somaron shubago lamshi ho dad nagmenu ramare maure budukaro no leshaba modai kulage beriyose ya tir ramare naude lashme kadisho la ulmi പരിശുദ്ധ മാതാവിന്റെ കതിരുകളുടെ പെരുന്നാളിൽ നിങ്ങൾക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. Lalogod haile bagono la nasi ho o mortoma bas